الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, ലോക മുസ്ലിമീങ്ങൾ വളരെ സന്തോഷത്തിലുള്ള ഒരു സമയമാണിത്. ആയുധബലത്തിലും മസിൽ പവറിലും യുദ്ധതന്ത്രത്തിലും പേരുകേട്ട, ലോകത്ത് ഒന്നാം സ്ഥാനമുള്ള ലോക പോലീസുകാരും ദൗർബല്യതയുടെ അങ്ങേ തലയിലുള്ള ആ രംഗത്ത് ഒന്നാം സ്ഥാനം കിട്ടുന്ന പലസ്തീനികളെ 2 വർഷത്തോളമായി ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നതിന് താൽക്കാലികമായി ഒരറുതി വന്നിരിക്കുകയാണ്. അല്ലാഹു ഈ സമാധാനം നിലനിർത്തുമാറാകട്ടെ. നമ്മെപ്പോലെ ഭക്ഷണം കഴിക്കാനും സ്വൈര്യമായി ജീവിക്കാനും ഉള്ള അവസരം തുടർന്നും അവർക്ക് ലഭിക്കുമാറാകട്ടെ. അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം അല്ലാഹു തിരിച്ചു നൽകുമാറാകട്ടെ. ഇസ്രായേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യന് ഇത്ര ക്രൂരനാകാൻ കഴിയുമോ എന്ന ഒരു ആശങ്ക. പലസ്തീനികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈമാനിന് ഇത്രയേറെ ക്ഷമയും സഹനവും കൈക്കൊള്ളാനുള്ള ശേഷിയുണ്ടോ എന്നാലോചിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ മറുപടി നമ്മൾ മനുഷ്യൻ എന്ന് വിളിക്കുന്ന നമ്മൾ വെറും ഒരു ശരീരമല്ല എന്നതാണ്. മറിച്ച് റൂഹും ശരീരവും കൂടിയതാണ് മനുഷ്യൻ. രണ്ടിനും അതിൻ്റെതായ പ്രത്യേക ഗുണങ്ങളുണ്ട്. ഈ ലോകത്തിലുള്ള ഏറ്റവും നിഗൂഢമായ രഹസ്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ റൂഹ് തന്നെയാണ്, ആത്മാവ്. സ്വന്തം ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നിട്ടും എന്താണ് എന്നറിയാൻ കഴിയാത്ത, ഒരു വേള അതിൻ്റെ സൃഷ്ടാവിനോട് വരെ മനുഷ്യൻ ചോദിച്ചു നോക്കി, എന്താണ് റബ്ബേ ഈ റൂഹ്? അതിന് അല്ലാഹു തആല പറഞ്ഞ മറുപടി അള്ളാഹുവിൻ്റെ മഹത്വമാണ് മറുപടിയായിട്ട് പറഞ്ഞത്. മനുഷ്യന്റെ ബലഹീനതയും അവന്റെ ജഹാലത്തുമാണ് അള്ളാഹു മറുപടിയായിട്ട് പറഞ്ഞത്. അതൊക്കെ അറിയാൻ മാത്രം വിവരമുള്ളവനല്ല മനുഷ്യൻ എന്ന മറുപടി. നമുക്ക് കാണാം അല്ലാഹു തആല പറയുന്നത് യസ്അലൂനക അനിർ റൂഹി
ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, റൂഹിനെ സംബന്ധിച്ച് അവർ നിന്നോട് വന്ന് ചോദിക്കുന്നു, നീ പറയണം അവരോട്, റൂഹ് ആത്മാവ് അള്ളാഹുവിന്റെ പ്രത്യേക കാര്യത്തിൽപ്പെട്ടതാണ്, എന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് അറിവായി നൽകപ്പെട്ടത് വളരെ തുച്ഛം മാത്രമാണ്, തുച്ഛമായ അറിവ്, അതാണ് നിങ്ങളുടെ അറിവ്. ആ റൂഹൊന്നും എന്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവും അറിവും മനുഷ്യനില്ല. ആ മനുഷ്യനാണ്, അഥവാ സ്വന്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണ് എന്ന് കൃത്യമായി അറിയാൻ കഴിയാത്ത മനുഷ്യനാണ് അതിന്റെ സൃഷ്ടാവിനെ പരിപൂർണമായി അങ്ങ് നിർവചിച്ചു കളയാൻ പരിശ്രമിക്കുന്നത്. അവിടെയാണ് വിരോധാഭാസം. ഏതായാലും മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ വരുതിയിലല്ല റൂഹ്, അവന്റെ ഗവേഷണ മേഖലയിലുമല്ല റൂഹ്, അതിനേക്കാളെല്ലാം എത്രയോ അപ്പുറത്താണ്. അല്ലാഹു തആല ആ റൂഹിന് ഒരു സഞ്ചാരം നൽകിയിട്ടുണ്ട്. റൂഹിനെ സൃഷ്ടിച്ചിട്ട് ആലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങി അങ്ങനെ ആലമുൽ അർഹാം ഗർഭാശയത്തിന്റെ ലോകത്തേക്ക് വന്നു. ഒന്നാമത്തെ ഊഴം, അതിന്റെ യാത്ര ഈ ലോകത്തേക്കുള്ള യാത്രയാണ്. ഈ ലോകത്ത് റൂഹ് എത്തണമെങ്കിൽ മനുഷ്യന്റെ ശരീരവുമായി സന്ധിക്കണം. അത് ഗർഭാശയത്തിൽ വെച്ച് നടന്നു. അതിന് ചില ഗുണങ്ങളുണ്ട്, അതിനത് പ്രകടിപ്പിക്കണം. ആ റൂഹിന്റെ ഗുണങ്ങൾ മുഴുവനും വൈചാരികമാണ്. എന്നാൽ ആ റൂഹിനെ സന്നിവേശിപ്പിച്ച ശരീരത്തിന്റെ ഗുണങ്ങൾ മുഴുവനും വൈകാരികവുമാണ്. വൈകാരികമായ ശഹവാത്തുകളെ, ദേഹേച്ഛകളെ ചേർത്ത് പറയുന്നത് മനുഷ്യന്റെ ബോഡിയിലേക്കാണ്, ശരീരത്തിലേക്കാണ്. മനുഷ്യന്റെ എല്ലാ നല്ല ഗുണങ്ങളെയും വൈചാരികമായ ചിന്താഗതികളെയും ചേർത്ത് പറയുന്നത് ആത്മാവിലേക്കാണ്, റൂഹിലേക്കാണ്. ആ ആത്മീയ ചിന്തയും മനുഷ്യ ശരീരത്തിന്റെ വൈകാരികമായ കാഴ്ചപ്പാടുകളും തമ്മിലുള്ള ഒരു പോരാട്ടം. ആ പോരാട്ടമാണ് ജീവിതം. അത് നടക്കുന്ന സ്ഥലമാണിത്. ഈ പോരാട്ടത്തിൽ ആരാണ് ജയിക്കുക? ആത്മീയ വശം ജയിച്ചെങ്കിൽ ഇത് കഴിഞ്ഞ് മരണത്തോടെ, ഇത് കഴിഞ്ഞ് അള്ളാഹുവിങ്കലേക്ക് റൂഹ് പോകുമ്പോ അള്ളാഹുവിലേക്ക് റൂഹിന് ചെന്നു ചേരാൻ കഴിയും. ഇനി അതല്ല, പോരാട്ടത്തിൽ ജയിക്കുന്നത് ശരീരമാണെങ്കിൽ, അതിന്റെ താല്പര്യമാണെങ്കിൽ ആ റൂഹിന് അള്ളാഹുവിങ്കലെത്താൻ കഴിയില്ല. അതിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥം വരെ സിജ്ജീനിലായിരിക്കും ഉണ്ടാവുക, പാതാളത്തിലാകുമെന്ന് ഖുർആൻ. ഭൂമിന്റെ അങ്ങടിയിലാണ് എന്നാണ് തഫ്സീർ പറയുന്നത്. ഇല്ലിയീൻ, ഏറ്റവും ഉന്നതമായ സ്ഥാനം അല്ലാഹുവിങ്കൽ, അവിടെയായിരിക്കും വിജയിച്ച റൂഹുകൾ മലക്കുകളുടെ അകമ്പടിയോടുകൂടി ചെന്നെത്തുക. നമ്മൾ ആ യാത്രയിലാണ്. നമ്മളും നമുക്കുള്ള വിജയപരാജയം നിർണയിക്കുന്ന ഊഴത്തിലാണ്. നമ്മുടെ ഓരോ പ്രവർത്തനത്തിലും ആ പോരാട്ടമാണ് നടക്കുന്നത്. അങ്ങനെ റൂഹ് വിജയിച്ചാൽ ഏറ്റവും സഹനശീലരായ, ഏറ്റവും വിനയമുള്ള ആളുകളായി നമുക്ക് മാറാൻ കഴിയും. ഇനി ശരീരമാണ് വിജയിക്കുന്നതെങ്കിൽ എത്ര ക്രൂരനാകാനും ആരാലും അറുപ്പ് തോന്നുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനും മനുഷ്യന് കഴിയും. ഇത് രണ്ടും വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ മരണത്തോടുകൂടി റൂഹിന്റെ സഞ്ചാരം അവസാനിക്കുകയല്ല, മറ്റൊരു മേഖല തുടങ്ങുകയാണ്. ശരീരം കൊണ്ടുപോയി നമ്മൾ ഖബറിൽ വെക്കുന്നു. എന്നിട്ട് ശരീരത്തോട് പറയപ്പെടുന്നത് എന്താണ്? മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്, മണ്ണിലേക്ക് തന്നെ മടക്കപ്പെട്ടതാണ്, ആ മണ്ണിൽ നിന്ന് തന്നെ അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതുമാണ്. എന്നാൽ റൂഹോ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന
സമാധാനവും ശാന്തിയും സംതൃപ്തിയും ലഭിച്ച ആത്മാവേ, അള്ളാഹുവിങ്കലേക്ക് പോയിക്കൊള്ളുക, നാഥനിങ്കലിലേക്ക് തിരിച്ചു പോവുക. എന്നിട്ടോ റാളിയത്തൻ മർളിയ, തൃപ്തിപ്പെട്ടിരിക്കുന്നു, തൃപ്തിയടഞ്ഞിരിക്കുന്നു. കാരണം ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞത് അതല്ലേ, റളിതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ നബിയ്യ. ദേഹേച്ഛ കൊണ്ടല്ല പൊരുത്തപ്പെട്ടത്, ശരീരത്തിന്റെ താല്പര്യം കൊണ്ടല്ല മനുഷ്യൻ പൊരുത്തപ്പെട്ടത്. അവൻ തൃപ്തിയടഞ്ഞത് അള്ളാഹുവിനെ കൊണ്ടാണ്, ദീന് കൊണ്ടാണ്, റസൂലിനെ കൊണ്ടാണ് പൊരുത്തപ്പെട്ടത്. അങ്ങനെ പൊരുത്തപ്പെട്ടപ്പോൾ റൂഹ് വിജയിച്ചു, അള്ളാഹുവിങ്കലേക്ക് പോവുകയാണ്. ഇതിനാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്. അതാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് നമ്മെ പഠിപ്പിച്ചത്. കുറെ ക്ലാസ് കേൾക്കുക, തിരിച്ചു പോവുക എന്നതല്ല, പോരാട്ടത്തിൽ ജയിക്കുക എന്നതാണ്. ഏറ്റവും വലിയ പോരാട്ടം റസൂല് പഠിപ്പിച്ചത് ജിഹാദുൻ നഫ്സ് അല്ലേ. ജിഹാദുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീര താല്പര്യങ്ങളോടുള്ള പോരാട്ടം. ശരീരത്തിന്റെ താല്പര്യം ഇവിടെ സുഖിച്ച് മതിച്ച് ജീവിക്കണം, അതാണ് ശരീരത്തിന്റെ താല്പര്യം. ഇവിടെ വിജയിച്ച് നിൽക്കണം. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്താ കാരണം? ഈഗോ പ്രശ്നമല്ലേ. ഭാര്യക്ക് മുന്നിലെത്തണം, ഭർത്താവിന് ഭാര്യയേക്കാൾ മികച്ചു നിൽക്കണം. അതാണല്ലോ വിഷയം. സംസാരത്തിലൊക്കെ അതാണല്ലോ വിഷയം. വിനയം വരുന്നില്ലല്ലോ. വിനയം റൂഹിന്റെ സ്വഭാവമാണ്, ഈഗോ ശരീരത്തിന്റെ സ്വഭാവമാണ്. നമ്മുടെ ജീവിതത്തിൽ ആരാ ജയിക്കുന്നതെന്ന് പരിശോധിക്കണം. എല്ലാ വിഷയത്തിലും നമ്മുടെ റൂഹിന്റെ താല്പര്യമാണോ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുന്നത്? എങ്കിൽ മരണപ്പെട്ടതിന് ശേഷം നമുക്ക് വിജയിക്കാൻ കഴിയും. ഇനി അതല്ല, ശരീരത്തിന്റെ താല്പര്യമാണോ വിജയിക്കുന്നത്? തീർച്ചയായും മരണശേഷം പരാജയപ്പെട്ടു പോകും. ഖുർആനിൽ കാണാം ജസാഅം വിഫാഖാൻ, പരലോകത്ത് കിട്ടുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് തത്തുല്യമായ പ്രതിഫലാണ് ആഖിറത്ത് കൊടുക്കുക. അള്ളാഹു പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആനിൽ, യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്. അള്ളാഹു തആല ഖൗലു സാബിത്ത് കൊണ്ട്, ഉറച്ച നിലപാട് കൊണ്ട് ഈമാനുള്ള ആളുകളെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. എവിടെ? ഫിദ്ദുന്യാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. ദുനിയാവിൽ ഖൗലു സാബിത്തുണ്ടോ, എന്നാൽ ആഖിറത്തിലും ഖൗലും സാബിത്തുണ്ടാകും. ഉറച്ച നിലപാടെടുക്കാൻ കഴിയും. എന്താണ് ഉറച്ച നിലപാട്? ദുനിയാവിലെടുക്കുന്ന ഉറച്ച നിലപാട്, എനിക്ക് ഒന്ന് ആത്മാവിന്റെ പക്ഷം കൂടണം, സൽസ്വഭാവിയാകണം, കള്ളുകുടി ഒഴിവാക്കണം, പലിശ നിർത്തണം, പള്ളിയിൽ വരണം, ദീനിന്റെ കാര്യങ്ങൾ ചെയ്യണം എന്ന ചിന്ത ഏത് മനുഷ്യനുണ്ടാകും. പക്ഷെ സമ്മതിക്കില്ല, ശരീരത്തിന്റെ താല്പര്യം സമ്മതിക്കില്ല. അങ്ങനെ പോരാട്ടം നടക്കുന്ന സമയത്ത് പിന്നെയാകാം എന്ന് കരുതി അങ്ങനെ മരിച്ചു പോകാതെ ഒരുറച്ച നിലപാടെടുക്കുക, തൗബ ചെയ്യുക. ഈമാനിന്റെ പ്രചോദനം കൊണ്ട് തൗബ ചെയ്തിട്ട് അമല് നന്നാക്കുക. അതാണ് ദുനിയാവിലെ സബാത്ത്, ഉറച്ചു നിൽക്കല്. അല്ലാതെ ആരെങ്കിലും തല്ലാൻ വരുമ്പോ ഞാൻ ഉറച്ചാടെ നിൽക്കും എന്നുള്ള ഒരു ധാരണയെ സംബന്ധിച്ച് പറയുന്ന പേരല്ലത്. ഞാൻ എൻ്റെ ഈമാനിൽ പതറൂല എന്ന് പറയുന്നത് ജീവിതത്തിലാ. ആ ഈമാനിന്റെ താല്പര്യം അനുസരിച്ചുള്ള ജീവിതത്തിൽ ഒരു ഉറച്ച നിലപാടെടുക്കാൻ സാധിക്കുക എന്നതാ. അങ്ങനെ സാധിക്കുന്നവർക്ക് മാത്രമേ ഖബറിൽ ഉറച്ചു നിൽക്കാൻ കഴിയൂ. ഇപ്പൊ ഖബറും പുറത്തിരുന്നിട്ട് അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, ചോദ്യമുണ്ട് ആ സമയത്ത്, അല്ലാഹുവേ നീ ദൃഢത നൽകണമേ എന്ന് പറയാറുണ്ടല്ലോ. ആ പ്രാർത്ഥനയുടെ ആശയം എന്താ അതിന്റെ അർത്ഥം? മലക്ക് വന്ന് ഖബറിൽ ചോദിക്കുക, എന്നിട്ട് മനുഷ്യന്റെ ഭൗതികമായ നാവുകൊണ്ട് മറുപടി പറയാ എന്ന ഒരു രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്.
ഖബറിൽ മറുപടി പറയുന്നത് മനുഷ്യന്റെ അമല, മനുഷ്യന്റെ പ്രവർത്തനമാ, ദുനിയാവിലുള്ള അവന്റെ സബാത്ത്. അതുകൊണ്ടല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു മയ്യത്തിനെ മറമാടാൻ കൊണ്ടുപോകുമ്പോ 3 കാര്യം ഒന്നിച്ചു പോകും, ഒപ്പം പോകും. ഒന്നോന്റെ ധനമാണ്, മറ്റൊന്നോന്റെ കുടുംബാണ്, പിന്നുള്ളതോന്റെ അമലാണ്. അമലാണ് നിൽക്കും, 2 തിരിച്ചിങ്ങ് പോരും. കുടുംബക്കാര് തിരിച്ചു പോകും, അവന്റെ കബർ ഇറങ്ങിക്കിടക്കൊന്നുമില്ല. എത്ര ബന്ധപ്പെട്ട ആളാണെങ്കിലും അവനിവിടെ ഉണ്ടാക്കി വെച്ച സമ്പത്ത് അത് കബറിലിട്ട് കബറടക്കുകയില്ല. അത് ആളുകൾ പകുതിയാക്കി എടുക്കും. അതൊക്കെ തിരിച്ചു വരും, അതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും. അവന്റെ കൂടെ കബറിലുണ്ടാകുക അവന്റെ അമല. മർ റബ്ബുക്ക, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിനെ റബ്ബാക്കി നടന്ന അമല്, അതാണ് അവന്റെ അമലെങ്കിൽ അവന് മറുപടി പറയാൻ കഴിയും. അവന്റെ അമലാണ് ആ മറുപടിയിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ സബാത്തുണ്ടാകുന്ന ആളുകൾ, ആ ആളുകൾക്ക് മരണശേഷവും അല്ലാഹു തആല സബാത്ത് കൊടുക്കുന്നതാണ്. ഉറച്ച നിലപാടെടുക്കാൻ കഴിയും. ഇനി ജീവിതത്തിൽ സബാത്ത് ഇല്ലാത്തവരെ കുറിച്ച് പറയുന്നുണ്ട് ഖുർആൻ. എന്താ അവരുടെ നിലപാട്? കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ ഉഈദു ഫീഹാ വദൂഖു അദാബൽ ഹരീഖ്. നരകത്തുനിന്ന് കേറാനുള്ള ശ്രമം നടത്തും ആളുകൾ, നരകവാസികളായ ആളുകൾ. കഠിനമായ പ്രയാസം നിമിത്തം എങ്ങനെങ്കിലും ഇതിൽ നിന്നൊന്ന് കയറണം എന്ന് വിചാരിക്കും. പക്ഷെ തിരിച്ചതിലേക്ക് തന്നെ പറഞ്ഞേക്കും. എന്താ കാരണം? ആ നരകത്തിൽ പോകുന്ന വിഷയങ്ങൾ ദുനിയാവിൽ വെച്ച് കൈകാര്യം ചെയ്യുമ്പോ എനിക്കത് ഒഴിവാക്കണം, ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെ ജീവിതത്തിൽ അവർക്ക് തോന്നാറുണ്ടായിരുന്നു. പക്ഷെ പ്രാബല്യത്തിൽ വന്നില്ല. എന്റെ പുകവലി ഒന്ന് നിർത്തണം, എന്റെ കള്ളൂടി ഒന്ന് നിർത്തണം, എന്റെ പലിശ ഒന്ന് നിർത്തണം, ഒന്ന് നന്നായി ജീവിക്കണം, എത്ര കാലായി ഇങ്ങനെ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ നിർത്തൂല. അത് നിർത്താൻ, അതിലൊരു ഉറച്ച നിലപാടെടുക്കാൻ സാധിച്ചില്ല. സാധിക്കാതെ വന്നപ്പോ നരകത്തുനിന്ന് കയറാനും സാധിക്കുന്നില്ല. ജസാഅൻ വിഫാഖാ, തുല്യമായ കൂലി. അതുകൊണ്ട് മനുഷ്യന്റെ റൂഹിന്റെ വശം അത് ശരിക്ക് കാണണം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇതൊന്നും മനസ്സിലാകാത്ത മനുഷ്യന്മാരുണ്ടാവുകയില്ലേ ജീവിതത്തിൽ മരിച്ചു പോകുന്ന ഓരവസ്ഥ ഉണ്ടാവും. അങ്ങനെ ആലോചിക്കേ വേണ്ട. എന്താ കാരണം? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി ആ കാര്യം നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു തആല പറയുന്നു സൂറ അഅറാഫിൽ, വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദം, നിന്റെ നാഥൻ ആദം സന്തതികളിൽ നിന്ന് വാങ്ങി, മിൻ ദുഹൂരിഹിം, അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന നേരം, അഥവാ തലമുറകളായിട്ടാണല്ലോ ഇവിടെ മനുഷ്യർ ജനിക്കുന്നത്. ദുനിയാവിൽ ഊഴം കിട്ടുന്നത് തലമുറകളായിട്ടാണ് ഇവിടെ ജനിച്ചു വരുന്നത്. അങ്ങനെ ഓരോ മനുഷ്യനും ഇവിടെ ജനിക്കുമ്പോൾ അതിന്റെ ഒരു തഫ്സീർ ഇങ്ങനെയാണ്: ഇവിടെ ജനിക്കുന്ന സമയത്ത് ശുദ്ധമായ പ്രകൃതം നൽകിയിട്ടാണ് അല്ലാഹു തആല ജനിപ്പിക്കുന്നത്. അതായത് റബ്ബുണ്ട് എന്ന ബോധം നൽകിക്കൊണ്ട്, നന്മയും തിന്മയും ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്, ബുദ്ധിയും വിവേകവും വിവരവും നൽകിക്കൊണ്ട് അടിസ്ഥാനപരമായി അതെല്ലാം മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു സൃഷ്ടിയാണ് എന്ന സത്യം, ആ വസ്തുത സൃഷ്ടിപ്പിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം റബ്ബുണ്ട് എന്ന കാര്യം. പിന്നെ ആ ശുദ്ധമായ പ്രകൃതത്തിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിച്ചു പോകുന്നത് അന്ധമായ അനുകരണം കൊണ്ട്, മാതാപിതാക്കളെ, സമൂഹത്തെ, മറ്റു പലതിനെയും അന്ധമായി അനുകരിച്ചിട്ട് പേച്ചു പോകുന്നു. ആ ശുദ്ധമായ പ്രകൃതത്തെ പരിപോഷിപ്പിക്കാനായി ഒരു ഭാഗത്ത് അല്ലാഹു അംബിയാ മുർസലീങ്ങളെ അയച്ച് വിവരം നൽകി, കിതാബ് നൽകി അതിനെ പരിപോഷിപ്പിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തികളുടെ കൂടെയും ദൈവചിന്ത അവരുടെ പ്രകൃതത്തിൽ തന്നെ ഉണ്ട് എന്ന വസ്തുത വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരികയാണ്.
റസൂല് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ ജനിക്കുന്ന കുഞ്ഞും പ്രസവിക്കപ്പെടുന്നത് ശുദ്ധമായ പ്രകൃതത്തോടു കൂടി തന്നെയാണ്. ശരീരത്തിന്റെ വശമുള്ളത് പോലെ തന്നെ ആത്മാവിന്റെ ധർമ്മചിന്ത അനുഭവിക്കാത്ത ആരുമില്ല. ആ ചിന്തയോടുകൂടി തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് തന്നെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഹുജ്ജത്തായി, മനുഷ്യനെതിരെ അല്ലാഹു തആല നിരത്തുന്ന വലിയ ഹുജ്ജത്തായി അല്ലാഹു തആല അവതരിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അത് പറയുന്നുമുണ്ട്. നാളെ മഹ്ശറയിലെത്തിയാല് ഇങ്ങനെ ഒരു തൗഹീദ് ഉണ്ടായിരുന്നു എന്ന കാര്യം എനിക്കറിഞ്ഞിരുന്നില്ല എന്ന് പറയാതിരിക്കാനാണ് ഈ തൗഹീദ് ചിന്ത, റബ്ബുണ്ട് എന്ന ബോധം മനുഷ്യന്റെ ഫിത്രത്തിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അല്ലാഹു തആല വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞു തരികയാണ്. ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, ഈ തൗഹീദ് ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു എന്ന് മനുഷ്യൻ പറയാതിരിക്കാൻ വേണ്ടി അവന് ഫിത്രത്തിലെ ഈ ചിന്ത നൽകുകയും അതുപോലെ തന്നെ അതിനുള്ള ആളുകളെ പ്രബോധനത്തിന് വേണ്ടി അല്ലാഹു തആല പറഞ്ഞയക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം നമ്മോട് പറഞ്ഞു തരികയാണ്. ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി തൗഹീദ് ഉൾക്കൊണ്ട് ആത്മീയമായ സൽഗുണങ്ങൾ ആർജിച്ച് ശരീരത്തിന്റെ താല്പര്യങ്ങളെ പരാജയപ്പെടുത്തി ജീവിച്ച് മുന്നേറാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. ഊസൈക്കും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ ചില അധ്യായങ്ങളിൽ, ചില ആയാത്തുകളിൽ ആനുകാലികമായി ഇന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ ഖുർആൻ ഇന്നിറങ്ങിയതുപോലെ എന്ന് തോന്നുന്ന വിധം അല്ലാഹു തആല പറഞ്ഞു തരുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون وما يكذبك بعد بالدين أليس الله بأحكم الحاكمين. والتين والزيتون وطور سينين, ഭൂമിയിലെ വളരെ പ്രധാനപ്പെട്ട പ്രദേശം. തീനും ഒലീവും സൈത്തൂനും ഇതെല്ലാം സുലഭമായി വിളയുന്ന പ്രദേശങ്ങൾ. ഷാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രബോധന മേഖല. അതുപോലെ തന്നെ ജബൽ തൂർ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രബോധന മേഖല. ഭൂമിയിലെ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രദേശം. അതുപോലെ തന്നെ ഏറ്റവും സുന്ദരമായ തൗഹീദിന്, അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണ്. ഇതൊക്കെ സാക്ഷിയാണ്. വഹാദൽ ബലദിൽ അമീൻ, ഈ നിർഭയത്വമുള്ള മക്ക പ്രദേശം, ഹറം, അവിടെ വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം, പ്രവർത്തനം, ഇതെല്ലാം വ്യക്തമായ തെളിവാണ്, രേഖയാണ്. എന്തിന്? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല ഘടനയോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല ഘടനയോടുകൂടി മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഭൗതികമായ ശരീരഘടന മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഭൗതികമായ ശരീരഘടനയും മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും സുന്ദരമാണ്. രണ്ട് കാലിൽ നിവർന്നു നിൽക്കുന്ന എല്ലാ അവയവങ്ങളും മറ്റ് ജീവജാലങ്ങളുടെ അവയവങ്ങളെ അപേക്ഷിച്ച് സൃഷ്ടിപ്പിന് വളരെ സൗന്ദര്യവും എല്ലാവിധ അനുഗ്രഹങ്ങളും നിറഞ്ഞ ഒരു സൃഷ്ടി തന്നെയാണ് മനുഷ്യ സൃഷ്ടി. എന്നാൽ അതോടൊപ്പം തന്നെ അതിൻ്റെ ആത്മീയ വശം, അതിൻ്റെ റൂഹി പക്ഷം അതും വളരെ ഭംഗിയുള്ളതാണ്. അറിവുണ്ട്, വിവേകമുണ്ട്, നല്ല ചിന്താശേഷിയുണ്ട്, നേർമാർഗമറിയാം. ആ നിലക്കെല്ലാം ഏറ്റവും നല്ല സൃഷ്ടിയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. സൃഷ്ടിപ്പിന് മോശമായത് കൊണ്ട്, നന്നാകാൻ ആവശ്യമുള്ളത് കൊടുക്കാത്തത് കൊണ്ട്, ഞാൻ അങ്ങനെ അവനെ അവഗണിച്ചത് കൊണ്ടല്ല മനുഷ്യൻ മോശമാകുന്നത്. മറിച്ച് ഇതെല്ലാം മനുഷ്യന് നൽകിയിട്ടുണ്ട്. എന്നിട്ടാണ് അവനെ അധമനാക്കി കളയുന്നത്. അധമനാകാനുള്ള സാഹചര്യത്തിൽ അകപ്പെട്ട് അവന് നൽകിയ ഈ നല്ല കാര്യങ്ങൾ മുഴുവനും അവഗണിച്ചിട്ട് അവൻ തന്നെ അധമനായി പോവുകയാണ് ചെയ്യുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ചിന്തിക്കാൻ കഴിവില്ലാത്തവനാക്കി സൃഷ്ടിച്ചത് കൊണ്ട് ഇങ്ങനായിപ്പോയി എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് മനുഷ്യവർഗത്തെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. അവന്റെ റൂഹി പക്ഷമെടുത്ത് ആലോചിച്ചാൽ. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി. ആ കൂട്ടത്തിൽ നിന്ന് അധമനായി പോയി എന്നതിൽ നിന്ന് അല്ലാഹു ഒഴിവാക്കുകയാണ്. അവന്റെ പ്രകൃതത്തിന് ഒത്തു ഉയർന്ന ആളുകളെ, വിശ്വാസം ശരിയാക്കി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾ, അവർക്ക് തത്തുല്യമായ അവരുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലമുണ്ട്. ഒരിക്കലും തീരാത്ത പ്രതിഫലമുണ്ട്, മരിച്ചാലും തീരാത്ത പ്രതിഫലം. കാരണം മരിച്ചതിന് ശേഷവും ഇവിടെ അവരുടെ പ്രവർത്തനത്തിന്റെ ആസാറുകൾ, അടയാളങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവര് പഠിപ്പിച്ച അറിവുകൾ, അവർ ചെയ്ത സംഭാവനകൾ, അവരുടെ സ്ഥായിയായ ധർമ്മങ്ങൾ, അവർ ഈ ലോകത്ത് ജീവിച്ചതിന്റെ അടയാളങ്ങൾ അവർ മരിച്ചു പോയതിന് ശേഷവും ഇവിടെ തന്നെ ഉണ്ട്. ഒരിക്കലും തീരാത്ത, മുറിയാത്ത പ്രതിഫലം അവർക്കിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി പള്ളിയിൽ വരുന്ന ആളാണ്, ഇപ്പൊ വരാൻ കഴിയുന്നില്ല, എന്തേ ഊരവേദനയാ, അല്ലെങ്കിൽ നടക്കാൻ പറ്റുന്നില്ല. ഇവിടെ വന്ന് ജമാഅത്തായി നിസ്കരിച്ചതിന്റെ കൂലി ഓരോ ദിവസവും കഴിവുള്ള സമയത്ത് രേഖപ്പെടുത്തപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അവൻ ഇവിടെ ശരീരം കൊണ്ട് വരാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിൽ കിടക്കുകയാണെങ്കിൽ ജമാഅത്തിന്റെ കൂലി അവനുണ്ട്. അല്ലാഹ് എഴുതാതിരിക്കൂല. കാരണം അവന്റെ മുടക്കം കൊണ്ടല്ല, കുഴപ്പമില്ലെങ്കിൽ വരുമായിരുന്നു. മുറിയാത്ത കൂലി. ഇങ്ങനെയൊക്കെ ഇതിന്റെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കൃത്യമായി മനുഷ്യനാരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിച്ചാൽ നമുക്ക് മുന്നേറാൻ കഴിയും. നമ്മളോടും പറയപ്പെടും, നമ്മുടെ റൂഹിനോട് പറയപ്പെടും, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ. അല്ലാഹു തആല നമ്മോട് പറഞ്ഞു തരികയാണ്. ഈ കാര്യം പറയുന്നതിന് മുമ്പ് എന്താ പറയുന്നത്? നാളെ ആഖിറത്തിലെത്തിയാൽ ഈ ചിന്ത വരുമേ മനുഷ്യന്. മനുഷ്യൻ പറയുമ്പോലും നരകം കാണുന്ന സമയത്ത് എനിക്ക് ഒന്ന് മടങ്ങാനുള്ള അവസരം നൽകിയിരുന്നുവെങ്കിൽ ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. അല്ലാഹ് ബന്ധിക്കുന്നത് പോലെ ബന്ധിക്കുന്ന ആളില്ല, അല്ലാഹ് ശിക്ഷിക്കുന്നത് പോലെ ശിക്ഷിക്കുന്ന ആളില്ല എന്ന് പറയുന്ന ഭീകരമായ അവസ്ഥയിൽ യാ ലൈതനി ഖദ്ദംതു ലിഹയാത്തി, ജീവിതകാലത്ത് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, എന്റെ ഈ ജീവിതത്തിന് വേണ്ടി വല്ലതും ചെയ്തിരുന്നെങ്കിൽ എന്ന് പരിതപിക്കുന്ന സന്ദർഭമുണ്ട് എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ ഊഴത്തിൽ നടക്കുന്ന പോരാട്ടം, നമ്മുടെ ശരീരത്തിന്റെ താല്പര്യവും ആത്മാവിന്റെ താല്പര്യവും തമ്മിൽ നടക്കുന്ന പോരാട്ടം നമ്മുടെ വ്യക്തി ജീവിതത്തിലാകട്ടെ, കുടുംബ ജീവിതത്തിലാകട്ടെ, സാമ്പത്തിക മേഖലയിലാകട്ടെ, നമുക്ക് അല്ലാഹു നൽകിയ എല്ലാ മേഖലകളിലും
റൂഹി പക്ഷം ജയിക്കുന്ന മുത്തഖീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലാകാൻ ഞാൻ എന്ത് ചെയ്തു, എന്താണ് അതിന് മാർഗം എന്നാലോചിച്ചാൽ വിജയിക്കാൻ കഴിയും. അതാണ് അല്ലാഹു ഇതിലൂടെയെല്ലാം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ടുള്ള പരിവർത്തനമാണ് പരിവർത്തനം. അല്ലാതെ ഉപദേശം കേട്ട് ആദ്യത്തത് പോലെ ജീവിക്കുക എന്നതല്ല പരിവർത്തനം എന്ന് മനസ്സിലാക്കാനുള്ള അവസരമാണിത്. അതിനാണ് ജുമുഅ, അതിനാണ് ഖുതുബ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, പരിവർത്തനപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, ന്യൂനതകൾ തിരിച്ചറിഞ്ഞ് പരിവർത്തനപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്നെ പരിപൂർണമായി വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മുസ്ലിമായി ജീവിച്ച് ബോധപൂർവം കലിമ ചൊല്ലി ഈമാനോടെ മരണപ്പെടാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. നല്ലൊരു ബർസഖി ജീവിതം തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നല്ലൊരു ഖബർ ജീവിതം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഖബർ ശിക്ഷയെ തൊട്ട്, ഖബറിലെ ഫിത്നയെ തൊട്ട് ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വലം കയ്യിൽ കിതാബ് ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. സജ്ജനങ്ങളോടൊപ്പം സ്വർഗത്തിലാക്കണേ റഹ്മാനെ. ഹൗദുൽ കൗസർ കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പലരുമുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബറിടം സ്വർഗമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്, ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങളെല്ലാം നിനക്കറിയാം. അല്ലാഹുവേ, ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗശമനം നൽകണേ റഹ്മാനെ. രോഗശമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.